വെൽക്കം ടു ഗ്രേഡിയൻറ്റ് RRB ജനറൽ സയൻസ് കെമിസ്ട്രിയിൽ നമ്മൾ മാറ്റർ എന്ന ടോപ്പിക്കാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാറ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് മാറ്റർ എന്നുള്ള കാര്യവും അതുപോലെ തന്നെ മാറ്ററിൻ്റെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു പഠിച്ചു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ളത് മാറ്റർ വെച്ചിട്ടാണ് അല്ലേ. മാറ്റർ എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റലായ കാര്യമാണ്. എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിട്ടുള്ള മാസ് ഉള്ളതും ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് വേണ്ടതായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോയാലോ നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ ലിങ്ക് കിട്ടും. നോട്ട് കിട്ടാനും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. മാറ്റർ എന്ന് പറയുന്ന കാര്യം ഒരുപാട് തരത്തിലുണ്ട്. അപ്പോൾ നമുക്കതിന് എന്ത് ചെയ്യാം, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലാണ് കൂടുതലായിട്ടും മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിലോട്ട് പോകാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. എങ്ങനെയാണ് നമുക്ക് മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? മാറ്ററിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണത് നിർമ്മിച്ചിട്ടുള്ളത് എന്ന കെമിക്കൽ കോമ്പോസിഷനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് മാറ്ററിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്യുവർ സബ്സ്റ്റൻസും മറ്റൊന്ന് മിക്സ്ചേഴ്സും. ശ്രദ്ധിച്ച് കേൾക്കണം. ക്ലാസിഫിക്കേഷൻ ഒരുപാട് വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ കൺഫ്യൂഷൻ ഇവിടെ വരും. മനസ്സിലാക്കി പഠിക്കുക. കെമിക്കൽ കോമ്പോസിഷനെ അടിസ്ഥാനപ്പെടുത്തി മാറ്ററിനെ മൊത്തത്തിൽ നമുക്ക് എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. അതിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഉള്ള ആൾക്കാർക്കിടയിൽ ഒരു കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു കെമിക്കലായിട്ടുള്ള ഒരു അട്രാക്ഷനോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള വസ്തുക്കളാണ് സത്യത്തിൽ ഈ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എന്നാൽ മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റാൻഡമായിട്ട് നമ്മൾ തമ്മിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നൊരു മീനിങ് നിങ്ങളോടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നോക്കാം എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്യുവർ സബ്സ്റ്റൻസ്, പ്യുവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, മായം ഒന്നും ചേർക്കാത്തത് എന്നൊരു അർത്ഥമാണ് നമ്മുടെ മനസ്സിലേക്ക് പ്യുവർ എന്ന് കേൾക്കുമ്പോൾ വരുന്നത്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് അപ്പോൾ ഹോമോജീനിയസ് ആയിരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അത് ഗോൾഡിൻ്റെ ആൾക്കാർ മാത്രമേ കാണുള്ളൂ. ശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞാൽ അതിൽ H2O മോളിക്യൂൾസ് മാത്രമേ കാണത്തുള്ളൂ അല്ലേ, മറ്റൊന്നുമില്ല. അപ്പോൾ ഒരേപോലെ ഹോമോജീനിയസ് ആയിട്ടുള്ള മെറ്റീരിയലുകളാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അവിടെ ഓൺലി വൺ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും, അവർക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാകും. അങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താ പ്യുവർ സബ്സ്റ്റൻസിനകത്ത് എന്തൊക്കെ വരും? സോ നമുക്ക് പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റുകളെന്നും കോമ്പൗണ്ടുകളെന്നും. ഇതൊക്കെയാണ് എലമെൻറ്റുകളും കോമ്പൗണ്ടുകളും. നമ്മൾ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്തായിട്ട് തിരിച്ചിട്ടുള്ളത്? എലമെൻറ്റും കോമ്പൗണ്ടും തിരിച്ചിട്ടുള്ളത്. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ മൊത്തത്തിലുള്ള പ്രോപ്പർട്ടീസ് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അവ എന്തായിരിക്കും? അവ ഹോമോജീനിയസ് ആയിരിക്കും. അവർക്ക് അവരുടേതായ ഡെഫിനിറ്റ് സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പെന്ന് പറയുന്നത് ഒരു എലമെൻ്റാണ്. ഈ ഇരുമ്പെന്ന് വെച്ചാൽ അത് ഹാർഡാണെന്നും അത് കണ്ടക്ട് ചെയ്യുമെന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ. ഇരുമ്പെന്ന വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇരുമ്പിൻ്റെ മോളിക്യൂൾ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആറ്റംസ് ആയിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കളാണ് പ്യുവർ സബ്സ്റ്റൻസ്. അവരെ നമുക്ക് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ അതിന് നമുക്ക് എനർജിയൊക്കെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ടണം. വളരെ ഈസി ആയിട്ടൊന്നും അവരെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ പ്രോപ്പർട്ടീസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഒന്നുകൂടെ പറയുന്നു, നമുക്ക് ചുറ്റുമുള്ള മാറ്ററിനെ പ്രധാനമായിട്ടും അവരുടെ കെമിക്കൽ കോമ്പോസിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രണ്ടായിട്ടാണ് തിരിക്കാൻ കഴിയുന്നത്. ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ് എന്നും മറ്റൊന്ന് മിക്സ്ചേഴ്സ് എന്നും. അതിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ അവിടെ ഒരേപോലെയുള്ള ആൾക്കാർ, അതായത് ഹോമോജീനിയസ് ആയിരിക്കും. അവിടെ മാത്രം ഒരേ ടൈപ്പ് ഓഫ് ആൾക്കാർ കാണും, അവർക്ക് ഡെഫിനിറ്റ് സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അവരെന്തായിരിക്കും, അവരെ നമുക്ക് ഈസിയായി ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിളായൊരു കാര്യം അല്ല. അങ്ങനെയുള്ള പ്യുവർ സബ്സ്റ്റൻസുകളെ നമുക്ക് അതിനകത്തുള്ള ആൾക്കാരെ വെച്ചിട്ട് അവരുടെ കെമിക്കൽ കോമ്പോസിഷനെ വെച്ചിട്ട് പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. എലമെൻറ്റുകളെന്നും കോമ്പൗണ്ടുകളെന്നും. എലമെൻറ്റുകളെ പറ്റിയിട്ടും കോമ്പൗണ്ടുകളെ പറ്റിയിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വിശദീകരിച്ച് തന്നാൽ മതിയാകുമെന്ന് വിശ്വസിക്കുന്നു. അതിലാദ്യം വരുന്നത് എന്താണ് എലമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എലമെൻ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്കിതിനെ ഇറ്റ് കനോട്ട് ബി സബ്ഡിവൈഡഡ് ഇൻറ്റു 2 or more സിംപ്ലർ സബ്സ്റ്റൻസസ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണേ. ഞാൻ വെള്ളം എന്നൊരു സാധനം പറഞ്ഞു, വാട്ടർ. ഓക്കെ, ഈ വാട്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു മോളിക്യൂളാണ് അല്ലേ. വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മോളിക്യൂളാണ്. എന്ന് വെച്ചാൽ പോട്ടെ, മോളിക്യൂൾ അറിഞ്ഞൂടാ. വാട്ടർ എന്ന് വെച്ചാൽ H2O ആണെന്നറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് രണ്ട് ആൾക്കാരാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആരൊക്കെയാണ്? ഹൈഡ്രോജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഹൈഡ്രോജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഞാൻ വാട്ടറിനെ ഡിവൈഡ് ചെയ്തു, എനിക്ക് ഹൈഡ്രോജനും ഓക്സിജനും കിട്ടി. ഹൈഡ്രോജൻ മോളിക്യൂളും ഓക്സിജൻ മോളിക്യൂളും കിട്ടിയെന്ന് വിചാരിച്ചു. അതിനെ വീണ്ടും ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഹൈഡ്രോജൻ്റെ ആറ്റത്തെ കിട്ടും.
ഓക്സിജൻ ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഓക്സിജൻ്റെ ആറ്റത്തെ കിട്ടും. ഈ ഹൈഡ്രോജൻ ഞാൻ ഡിവൈഡ് ചെയ്താൽ പിന്നെ എനിക്ക് എന്തേ കിട്ടുള്ളൂ? അതിനകത്ത് നിന്ന് എനിക്കൊരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ഒരു ഇലക്ട്രോണും എനിക്ക് എവിടെ നിന്ന് കിട്ടുള്ളൂ? ഹൈഡ്രോജൻ ഡിവൈഡ് ചെയ്താൽ കിട്ടുള്ളൂ. ഓക്സിജൻ ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എനിക്കൊരു 8 പ്രോട്ടോണും 8 ന്യൂട്രോണും 8 ഇലക്ട്രോണേ കിട്ടുള്ളൂ. അപ്പോൾ നോക്ക്, ഒരു ആറ്റത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? കോമൺ ആയിട്ടുള്ള പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പ്യുവർ സബ്സ്റ്റൻസിനെ നമുക്ക് ഇനി ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കിട്ടുന്ന ആൾ ആരാണോ അതാണ് എന്തെന്ന് പറയുന്നത്? ഒരു എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി സബ് ഡിവൈഡഡ് ഇൻ ടു 2 or more സിംപിളർ സബ്സ്റ്റൻസ് അല്ലേ? ഇപ്പോൾ വാട്ടറിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഹൈഡ്രോജൻ ഓക്സിജൻ എന്ന സിമ്പിൾ സബ്സ്റ്റൻസ് കിട്ടി. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ ഹൈഡ്രോജൻ ആറ്റോ ഓക്സിജൻ ആറ്റോ എന്ന സിമ്പിൾ സബ്സ്റ്റൻസ് കിട്ടി. പക്ഷേ ഹൈഡ്രോജൻ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടിയില്ല? എനിക്ക് കിട്ടിയത് പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ആണ്. ഇത് എല്ലാത്തിനകത്തുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഡിവിഷൻ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു കെമിക്കൽ പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഫോമാണ് എന്തെന്ന് പറയുന്നത്? എലമെൻ്റ് എന്ന് പറയുന്നത് അല്ലേ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ബേസിക് ഫോം ഓഫ് മാറ്റർ. അത് മാറ്ററിൻ്റെ ബേസിക് ഫോമാണ് വിച്ച് കനോട്ട് ബി ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസസ്. അപ്പോൾ സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് എന്തായിരിക്കും? സെയിം അറ്റോമിക് നമ്പർ ആയിരിക്കും. അതായത് ഇപ്പോൾ ഹൈഡ്രോജൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ, ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ. ഇവിടെ ഒരു ന്യൂട്രോൺ തൽക്കാലം ഇവിടെ വേണ്ട കേട്ടോ, കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറയുന്നില്ല. എന്നാലും ന്യൂട്രോൺ ഇവിടെ ഇല്ലെന്ന് വിചാരിക്കുക. അതിൻ്റെ ഐസോടോപ്പുകളൊക്കെ വരുമ്പോഴേ ഇത് വരുള്ളൂ. ശരി, ഒരു പ്രോട്ടോൺ ഒരു ന്യൂട്രോൺ. ഓക്സിജൻ 8, നൈട്രോജൻ 7, കാർബൺ 6. അത്ര എണ്ണം ഉണ്ടെങ്കിൽ 6 പ്രോട്ടോണും 6 ന്യൂട്രോണും 6 ഇലക്ട്രോണും ചേരുമ്പോഴേ കാർബൺ ആവുള്ളൂ. അപ്പോൾ സെയിം നമ്പർ ഓഫ് ഇവിടെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഉദാഹരണം ഹൈഡ്രോജൻ ഓക്സിജൻ എല്ലാം ഉണ്ട്. പീരിയോഡിക് ടേബിൾ പഠിച്ച് നിങ്ങളടുത്ത് ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. എലമെൻറ്റുകൾ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അറിയാമല്ലോ, പീരിയോഡിക് ടേബിൾ നമ്മൾ പഠിച്ചു. അവിടെ പറഞ്ഞ കാര്യമാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണെന്ന് അറിയാം. എന്നാലും ഇത് പറയാതെ പോകാൻ പറ്റത്തില്ല. മെറ്റലുകളെന്നും മെറ്റലോയിഡുകളെന്നും നോൺ മെറ്റലുകളെന്നും 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഇത്രയും ആൾക്കാർ എന്താണ്? മെറ്റലാണെന്ന്. ബി ബ്ലോക്ക് ഡി ബ്ലോക്കും എസ് ബ്ലോക്കും ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് ഇതിന് വേണ്ടി പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഇവിടെ ഈ ലൈറ്റ് ഗ്രീൻ കാണുന്നതെല്ലാം എന്താണ്? നോൺ മെറ്റലാണ്. ഇവിടെ ഈ റെഡ് കളറിൽ കാണുന്നവരാണ് എന്ത്? മെറ്റലോയിഡുകളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എലമെൻറ്റുകളെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. മെറ്റൽ, മെറ്റലോയിഡ്, നോൺ മെറ്റൽ. അതിൽ മെറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളണേ. ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നോക്കിക്കോ, മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന് നമ്മൾ മെറ്റൽ എന്ന് വിളിക്കണമെങ്കിൽ അതിന് അതിൻ്റേതായ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് മെറ്റൽ എന്ന് പറയുമ്പോൾ ഹാർഡായിരിക്കും. മോസ്റ്റ്ലി മെറ്റലുകളെല്ലാം സോളിഡ് ആയിരിക്കും. അവർക്കൊരു തിളക്കമുണ്ട്. അവർക്കൊരു സിൽവർ, ഗ്രേ, ഗോൾഡ്, യെല്ലോ പോലത്തെ കളറിലാണ് അവർ കാണപ്പെടുന്നത്. അവർ ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യും. അവർ നമുക്കൊരു നൂല് പോലെ ഡക്റ്റൈലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അടിച്ചു പരത്തി ഷീറ്റാക്കാൻ പറ്റും. അതിൻ്റെ മാലിബിലിറ്റി എന്ന് പറയും. തട്ടിയാൽ സൗണ്ട് കേൾക്കും. ഇതൊക്കെയാണ് ഒരു മെറ്റലിന് വേണ്ട ബേസിക്കായ പ്രോപ്പർട്ടീസ്. ഈ ബേസിക് പ്രോപ്പർട്ടി എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്തുള്ള എക്സെപ്ഷൻസ് ആണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. നോക്കിയോ, മെറ്റലുകളെല്ലാം ഹാർഡാണെന്ന് പറയുന്നു. മെറ്റലുകളെല്ലാം ഹാർഡാണ്. പക്ഷേ സോഡിയവും പൊട്ടാസ്യവും എടുത്ത് പഠിച്ചോളണം. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ്. മെറ്റലുകളെല്ലാം ഹാർഡാണ്. പക്ഷേ സോഫ്റ്റ് മെറ്റൽ ആരൊക്കെ? സോഡിയവും പൊട്ടാസ്യവും മെറ്റലിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് കാണിക്കുമെങ്കിൽ അവർ ഹാർഡല്ല. അടുത്ത, മോസ്റ്റ് ഓഫ് ദ മെറ്റൽ ആർ സോളിഡ്. പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന ഏക മെറ്റൽ ആരാണ്? മെർക്കുറി. പണ്ട് GK പഠിക്കുന്നതാണ്, എന്നാലും ഓർത്ത് വെച്ചോ. മെറ്റൽസ് എല്ലാം സോളിഡ്സ് ആണ് എന്ന് പറഞ്ഞാലും ഒരു എക്സെപ്ഷൻ ഉണ്ട്. ആരാണ്? മെർക്കുറി. അവർക്കൊരു തിളക്കം, ഒരു ഷൈനിങ് ഉണ്ടായിരിക്കും. സിൽവർ, ഗോൾഡ്, ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. ഹീറ്റ് ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യും. പക്ഷേ ഓക്കെ, ഹീറ്റ് ഇലക്ട്രിസിറ്റിയും കണ്ടക്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലാണെന്നാണ് അർത്ഥം. അല്ലെ, പെട്ടെന്ന് ഒരു ചൂടിൽ ഉരുകിപ്പോയില്ല. പക്ഷേ ഗാലിയവും സീസിയവും നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര നല്ല കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ അത്രയ്ക്ക് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ആൾക്കാരെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഗാലിയവും സീസിയവും എന്ത് പറ്റും? ഇത് ലോ ടെമ്പറേച്ചറിൽ, ഇതെന്താണ്? ലോ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യും? ഇവർ ലോ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യും. ഇവരെന്ത് ചെയ്യും? ലോ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്യും. ചെറിയ ടെമ്പറേച്ചർ തന്നെ ഇവരെന്ത് ചെയ്യും? ഉരുകിപ്പോകും. അപ്പോൾ ഇതാണ് മെറ്റലുകൾ എന്ന് പറയുന്നത്. ഇനി ദേ ആർ ഡക്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് പോലെ. ഇതും വാട്ട് ഈസ് ഡക്റ്റിലിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞു തന്നാൽ മനസ്സിലാവുമല്ലോ. നമ്മളൊരു ഇപ്പോൾ ഈ ഒരു വയർ പോലെ, ഒരു നൂല് പോലെ, നമ്മുടെ വീട്ടിനകത്തുള്ള കറണ്ട് കണക്ഷൻ്റെ വയറൊക്കെ കോപ്പർ ഉണ്ടല്ലേ. അപ്പോൾ ഈ കോപ്പർ എന്ന് പറയുന്ന മെറ്റലാണ്. അതിനിങ്ങനെ നൂല് പോലെ നമുക്ക് വയർ പോലെ ആക്കി ഡ്രോ ചെയ്യാൻ പറ്റും. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി അല്ലെങ്കിൽ ഡക്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഷീറ്റുകളാക്കി ഇങ്ങനെ പരത്തിയെടുക്കുന്നതിനാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മാലിയബിലിറ്റി. ഗോൾഡ് നല്ലൊരു മാലിയബിളും ഡക്റ്റൈലും ആയിട്ടുള്ളൊരു മെറ്റലാണ്. സോണോറസ്, ഒരു സൗണ്ട് കേൾക്കും. തട്ടിയാട്ടിങ് ഒരു സൗണ്ട് അവർ കേൾക്കും. ഗോൾഡ്, സിൽവർ, കോപ്പർ, അയൺ, സോഡിയം, പൊട്ടാസ്യം എല്ലാം എന്താണ്? മെറ്റലുകളാണ്. അതിൽ മെർക്കുറി മാത്രമാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റൽ എന്ന് പറയുമ്പോൾ പഠിക്കാൻ ഒന്നുമില്ല, സിമ്പിളാണ്. ഇപ്പോൾ പഠിച്ചതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ്. മെറ്റൽ ഹാർഡ് ആണെങ്കിൽ നോൺ മെറ്റൽ സോഫ്റ്റ്, മെറ്റൽ സോണോറസ് ആണെങ്കിൽ നോൺ മെറ്റൽ സൗണ്ട് ഒന്നും കേൾക്കത്തില്ല, മെറ്റൽ ലെസ്റ്ററസ് എന്ന് വെച്ചാൽ തിളങ്ങുന്നതാണെങ്കിൽ നോൺ മെറ്റൽ എന്ത് ചെയ്യും, തിളങ്ങത്തില്ല. അവിടെയും എക്സെപ്ഷൻസ് ആണ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നോൺ മെറ്റൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡ്, യെല്ലോയോ ഒന്നുമില്ല, പല നിറത്തിൽ കാണപ്പെടും. അവർ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. പക്ഷേ എക്സെപ്ഷൻ ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന് വെച്ചാൽ കാർബൺ എന്ന് പറയുന്ന വസ്തു കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഒരു നോൺ മെറ്റൽ ആണെങ്കിലും അത് നല്ലൊരു കണ്ടക്ടർ ആണ്, നല്ലൊരു കണ്ടക്ടറാണ്, ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇനി മെറ്റലുകളെല്ലാം നോൺ ലെസ്റ്ററസ് ആണ്, പക്ഷേ അയഡിൻ എന്ന് പറയുന്ന നോൺ മെറ്റലിന് തിളക്കമുണ്ട്. ഇനി ഈ പറയുന്ന നോൺ മെറ്റലുകൾ, ഇപ്പോൾ മെറ്റലുകളെല്ലാം നമ്മൾ പറഞ്ഞല്ലോ സോളിഡ് ആണ്, എക്സെപ്ഷൻ ഏതാണ്, മെർക്കുറിയാണ്. അതുപോലെ നോക്കിയേ, ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന നോൺ മെറ്റൽ ഏതെന്ന് ചോദിക്കും. ഇതൊരു ട്രിക്ക് ക്വസ്റ്റ്യൻ ആണ്. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന നോൺ മെറ്റൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഫസ്റ്റ് ഓപ്ഷൻ മെർക്കുറി ആയിരിക്കും. എന്തായാലും മെർക്കുറി. നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന മെറ്റൽ എന്നൊരു വാക്ക് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരും ഏതാണ്, മെർക്കുറി. ചോദിച്ചിട്ടുള്ള മെറ്റൽ അല്ല, നോൺ മെറ്റലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോൺ മെറ്റലാണ്. നോൺ മെറ്റലായ ഏത് വസ്തുവാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്നതെന്ന് ചോദിച്ചാൽ അത് മെർക്കുറി അല്ല, കാരണം മെർക്കുറി മെറ്റലാണ്. ഇതെന്താണ്, ബ്രോമിനാണ്. എന്താണ്, ബ്രോമിൻ. ഇങ്ങനെ എക്സെപ്ഷൻ ചോദിച്ച് ആൾക്കാരെ പണ്ട് പലതവണ കുഴപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ എക്സെപ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ റെഡ് കളറിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളിത് പഠിക്കുമ്പോൾ ഇപ്പം മെറ്റൽ നോൺ മെറ്റൽ ഞാനിവിടെ ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ് എക്സെപ്ഷൻസ് പഠിച്ചോളും. അപ്പോൾ നോക്കിയോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പോകാം. ഇത് റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് മറന്നു, അതുകൊണ്ടാണ് പറയുന്നത്. നോക്കിയോ, നമ്മൾ മാറ്ററിനെ രണ്ടായിട്ട് തിരിച്ചു, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും. അതിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഹോമോജീനിയസ് ആണ്, ഒരുപോലത്തെ വസ്തുക്കളായിരിക്കും, ഒരേ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തു എന്തൊക്കെയായിട്ട് എലമെൻ്റ് എന്നും കോമ്പൗണ്ട് എന്നും. അതിൽ ആദ്യം പഠിച്ച എലമെൻറ്റ് നമുക്ക് വീണ്ടും ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത മാറ്ററിൻ്റെ ഫോമാണ് എലമെൻറ്റ്. സിമ്പിൾ ഫോമിലോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. എലമെൻറ്റിന് നമുക്ക് മെറ്റൽ എന്നും നോൺ മെറ്റൽ എന്നും മെറ്റലോടും തിരിക്കാം. മെറ്റലിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഇമ്പോർട്ടൻറ്റ്. മെറ്റലുകളെല്ലാം ഹാർഡാണെങ്കിൽ സോഡിയം പൊട്ടാസ്യം എന്തല്ല, ഹാർഡല്ല. മെറ്റലുകളെല്ലാം സോളിഡ് ആണെങ്കിൽ മെർക്കുറി എന്തല്ല, സോളിഡ് അല്ല. മെറ്റലുകളെല്ലാം നല്ല മെൽറ്റിംഗ് പോയിന്റ് ഉള്ളവരാണെങ്കിലും ഗാലിയോ സീസിയോ അതിനൊരു എക്സെപ്ഷനാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നോൺ മെറ്റലിലോട്ട് വരുമ്പോൾ മെറ്റലിൻ്റെ എല്ലാം വിപരീത പ്രോപ്പർട്ടി കാണിക്കുന്നവരാണ് നോൺ മെറ്റൽ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നോൺ മെറ്റലുകൾ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ പോലും ഗ്രാഫൈറ്റ് എന്ന നോൺ മെറ്റൽ കണ്ടക്ടറാണ്. നോൺ മെറ്റലുകളെല്ലാം ലെസ്റ്ററസ് തിളക്കമുള്ളവരല്ലെങ്കിൽ അയഡിൻ എന്ന് പറയുന്നത് തിളക്കമുള്ളതാണ്. നോൺ മെറ്റലുകളെല്ലാം എന്തല്ല, സോളിഡ് അല്ല, ലിക്വിഡ് ആണ്. എന്നാൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായി കാണുന്ന നോൺ മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രോമിനാണ്. അത് പഠിച്ചോളാം. മെറ്റലോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വരുന്നത്, മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും ഇൻ ബിറ്റ്വീൻ അല്ലേ, ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോപ്പർട്ടിയാണ് ആര് കാണിക്കുന്നത്, നോൺ മെറ്റലോയിഡുകൾ കാണിക്കുന്നത്. ഓക്കെ, മെറ്റലിനും ഇന്നും ഇടയിലായിട്ട്. അതുകൊണ്ടാണ് ഇവിടെ കുറച്ചെണ്ണേ ഉള്ളൂ. ആരൊക്കെയാണ് ഇവിടെ കാണുന്നു, കണ്ടോ, നമ്മുടെ ബോറോൺ. അതൊക്കെയാണ് ബോറോൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ആഴ്സനിക് ഉണ്ട്, ജെർമാനിയം ഉണ്ട്, ആൻറ്റിമണി ഉണ്ട്, ടെലൂറിയം ഉണ്ട്, പൊളോണിയം ഉണ്ട്, അസ്റ്റാറ്റിൻ ഉണ്ട്. ഇത്രയും ആൾക്കാരാണ് ഇതിനകത്ത് വരുന്നത് മെറ്റലോയിഡ് എന്ന് പറയുന്നത്. പേരൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ആൻറ്റിമണി, ബോറോൺ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ആഴ്സനിക് ഉണ്ട്, ആൻറ്റിമണി ഉണ്ട്, പൊളോണിയം ഉണ്ട്, ടെലൂറിയം ഉണ്ട്. പേര് പഠിച്ചു വെച്ചോളണം. ഇത് തന്നിട്ട് ഇതിനകത്ത് ആരാണ് മെറ്റലോയിഡ് എന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ എലമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനകത്താണ് എലമെൻറ്റ്, കോമ്പൗണ്ട്. അതിൽ എലമെൻറ്റ് പഠിച്ചു. എങ്കിൽ വരുന്നതാണ് കോമ്പൗണ്ട്. എന്താ കോമ്പൗണ്ട്? എലമെൻറ്റുകൾ ചേർന്നുണ്ടാകുന്നതാണ് കോമ്പൗണ്ട്. രണ്ടോ അതിലധികമോ എലമെൻറ്റുകൾ പരസ്പരം കെമിക്കലി കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എന്ത്, കോമ്പൗണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നോക്കിക്കോ, H2O എന്നാൽ വാട്ടർ. അതിനകത്ത് ഹൈഡ്രോജൻ എന്ന എലമെൻറ്റും ഓക്സിജൻ എന്ന എലമെൻറ്റും ഉണ്ട്. ശ്രദ്ധിക്കണേ, അവർ കെമിക്കലി കമ്പൈൻ ഇതിന് ഫിക്സഡ് പ്രപ്പോർഷൻ. കാരണം ഞാൻ നോക്ക്, HO എന്ന് എഴുതിയാൽ അത് വാട്ടർ അല്ല, ആണോ? അല്ല. HO2 എന്ന് എഴുതിയാലും അത് എന്തല്ല, വാട്ടർ അല്ല. വാട്ടർ എന്ന് വെച്ചാൽ H2O ആണ്. അതായത് ഒരു പാർട്ട് ഓക്സിജനും 2 പാർട്ട് ഈ പറയുന്ന ഹൈഡ്രോജനും, അല്ലെങ്കിൽ ഒരു ഓക്സിജൻ മോളിക്യൂളും 2 ഹൈഡ്രോജൻ മോളിക്യൂളും തമ്മിൽ ചേർന്നാൽ ആ ഫിക്സഡ് പ്രപ്പോർഷൻ എന്ന അളവിൽ ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്ത്, ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് കോമ്പൗണ്ട്? എലമെൻറ്റുകൾ ചേർന്നുണ്ടാകുന്നത് കോമ്പൗണ്ട്. അപ്പോൾ എന്താണ് കോമ്പൗണ്ട്? എലമെൻറ്റുകൾ ചേർന്നുണ്ടാകുന്നത് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ മിനിമം 2 എണ്ണമെങ്കിലും വേണ്ടേ, അപ്പോൾ അല്ലേ ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ മിനിമം 2 അതിലധികമോ എലമെൻറ്റുകൾ ചേർന്നുണ്ടാകുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. പക്ഷേ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത് കെമിക്കലിയാണ്. എന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ട്. അയോണിക് ബോണ്ടോ കൊവാലൻ്റ് ബോണ്ടോ ആയിക്കോട്ടെ, പക്ഷേ എന്തുണ്ട്, ഒരു കെമിക്കൽ ബോണ്ടിങ് ഇവർക്കിടയിൽ ഉണ്ടാകും. മാത്രമല്ല അവരുടെ അളവെന്ന് പറയുന്നത് ഒരു ഫിക്സഡ് പ്രപ്പോർഷനിലായിരിക്കും. ഏതെങ്കിലും അളവ് ചേർന്നാൽ പോരാ, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ നിശ്ചിത അളവിൽ ചേരുമ്പോൾ മാത്രമേ എന്താകുള്ളൂ, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുള്ളൂ. അവർക്കൊരു ഡെഫിനറ്റ് സെറ്റ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ട്.
ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ കുറേ പ്രോപ്പർട്ടി ഉണ്ട്. ഇതിന് നമുക്ക് ഈസി ആയിട്ട് ഒരിക്കലും ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരേ കൈൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ വാട്ടർ, ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്നിട്ട് വാട്ടർ മോളിക്യൂളായി. അങ്ങനെയുള്ള വാട്ടർ മോളിക്യൂളുകളെല്ലാം എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. വാട്ടർ മോളിക്യൂളുകളെല്ലാം എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അതാണ് ഒരു ഹോമോജീനസ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ എന്നുകൊണ്ട് അത് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കി, ഇത് പ്രോപ്പർട്ടീസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂൻസ്. കാരണം ഹൈഡ്രജൻ ഓക്സിജനും രണ്ട് ഗ്യാസാണ്. ഈ ഹൈഡ്രജൻ ഓക്സിജനും എന്ന ഗ്യാസ് തമ്മിൽ ചേർന്ന് വാട്ടർ മോളിക്യൂൾ ആയപ്പോൾ വാട്ടർ മോളിക്യൂൾ എന്താണ്, ലിക്വിഡാണ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അവർ എലമെൻറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാറില്ല, കൊണ്ടുവരാറില്ല. അതാണ് അവർ കെമിക്കലി കമ്പൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. കെമിക്കലി കമ്പൈൻ ചെയ്യുമ്പോൾ അവർക്ക് പുതിയ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഏറ്റവും നല്ല ഉദാഹരണമാണ് വെള്ളം എന്ന് പറയുന്നത്, അല്ലെ. ഹൈഡ്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, പക്ഷേ വാട്ടർ മോളിക്യൂൾ എന്താണ്, ലിക്വിഡാണ്. അപ്പോൾ അതാണ് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് എലമെൻറ്റ് ചേർന്നുണ്ടാകുന്നത് കോമ്പൗണ്ടിനകത്ത് ഒരു കെമിക്കൽ ബോണ്ടിങ് ഉണ്ടായിരിക്കും. അത് ഫിക്സഡ് പ്രപ്പോർഷനിലായിരിക്കും. അവർ മോളിക്യൂളുകൾ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർ ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുന്നത്. അവർ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് സ്വന്തം എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് അവരൊരിക്കലും കോമ്പൗണ്ടിൽ എന്ത് ചെയ്യത്തില്ല, കാണിക്കില്ല. തീർന്നു. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് തീർന്നു. പിന്നെ വരുന്നതാണ് എന്ത്, മിക്സ്ചേഴ്സ്. മിക്സ്ചർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഇവിടെ രണ്ട് ആൾക്കാർ തമ്മിൽ ചേർന്നിരിക്കുന്നതേ ഉള്ളൂ. അവർക്കിടയിൽ വലിയ കെമിക്കൽ ബോണ്ടിങ് ഒന്നും അധികം എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. സോ വെൻ 2 or more components, അത് എലമെൻ്റ് ആവാം, കോമ്പൗണ്ട് ആവാം, എന്തോ ആവാം, മിക്സ് ചെയ്യുന്നു വിത്തൗട്ട് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ബോണ്ടിങ് ഒന്നും ഇല്ലാതെ, കെമിക്കൽ റിയാക്ഷൻ ഇല്ലാതെ തമ്മിൽ മിക്സ് ചെയ്ത് കിടക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന മിക്സ്ചർ ആലോചിച്ചാൽ മതി. ഈ മിക്സ്ചർ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന സാധനം അല്ല, അതിൻ്റെ കപ്പലണ്ടി ഉണ്ടാകും, പിന്നെ നീണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടാവും, പിന്നെ കുറേ റൗണ്ട് സാധനം ഉണ്ടാവും. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൈകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഒരു മിക്കവാറും എന്ത് ചെയ്യുന്നത് കാണുന്നത്, മിക്കവാറും, എപ്പോഴും എന്നല്ല, മിക്കവാറും. ഓക്കെ. അപ്പോൾ ഒന്നോ അതിലധികമോ കമ്പോണൻറ്റുകൾ പരസ്പരം കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ ചേർന്നാൽ കിട്ടുന്നതാണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ മിക്സ്ചേഴ്സ് എന്ന് വെച്ച് നോക്കിയാൽ മിക്സ്ചേഴ്സ് ആർ കോൺസ്റ്റിറ്റ്യൂട്ട് ബൈ 2 or more സബ്സ്റ്റൻസ്. അത് ഓക്കെ. പ്രോപ്പർട്ടീസ് നോക്കാം. ഇവർ എപ്പോഴും അവരുടെ ഒറിജിനൽ പ്രോപ്പർട്ടീസ് കൊണ്ട് നടക്കും. അതായത് ഇപ്പോൾ ഞാൻ ഉപ്പ് വെള്ളം ഒരു മിക്സ്ചറിന് എക്സാമ്പിളാണ്. ശ്രദ്ധിച്ചോളണം, ഉപ്പ് വെള്ളം ഒരു മിക്സ്ചറിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഉപ്പുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഉപ്പിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് വ്യക്തമായിട്ട് കിട്ടും, അല്ലേ. അപ്പോൾ അതുപോലെ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ബേക്കറിയിലെ സാധനം, അതിന് കപ്പലണ്ടി എടുത്ത് കഴിച്ചാൽ നമുക്ക് കപ്പലണ്ടി ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ചെളിവെള്ളം, അതിൽ ചെളിയുണ്ട് വെള്ളമുണ്ട്, രണ്ടും കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് ചെളി കലങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒറിജിനൽ പ്രോപ്പർട്ടീസ് എപ്പോഴും മിക്സ്ചേഴ്സ് എന്ത് ചെയ്യും, അവർ റിറ്റെയിൻ ചെയ്യും. അവർ നമുക്ക് ഫിസിക്കൽ മെത്തേഡ് വഴി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവർക്കിടയിൽ ഫോഴ്സ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. ഓക്കെ. അവർ മാത്രമല്ല, അവരുടെ എന്താണ് നോക്കി, പ്രോപ്പർട്ടീസ് ഓഫ് ദ മിക്സ്ഡ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂൻസ്, അല്ലേ. എന്ത് കോൺസ്റ്റിറ്റ്യൂൻ്റ് ആണോ ആ പ്രോപ്പർട്ടി കാണിക്കും. ഫിക്സഡ് പ്രപ്പോർഷൻ എന്നോ നിശ്ചിത അളവെന്നോ കൃത്യ റേഷ്യോ എന്നോ ഒന്നും പറയേണ്ട ആവശ്യം എന്തിലില്ല, മിക്സ്ചേഴ്സിലില്ല. ഇതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ രക്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഉപ്പ് വെള്ളം എന്നൊക്കെ പറയുന്നത്, പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു മിക്സ്ചർ ആണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും, അല്ലേ. കാരണം അത്ര നല്ല നീറ്റായിട്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, മിക്സ് ചെയ്തിരിക്കുന്നത്. സോ മിക്സ്ചേഴ്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഹോമോജീനിയസ് മിക്സ്ചർ എന്നും ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്നും. ഹോമോ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപോലത്തെ ആൾക്കാരാണുള്ളതെന്ന് അറിയാലോ. ഹെട്രോ എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറൻറ്റ്. അപ്പോൾ മിക്സ്ചേഴ്സിനകത്ത് തന്നെ പാർട്ടിക്കിൾസിന് നമുക്ക് വീണ്ടും നോക്കുമ്പോൾ രണ്ടായിട്ട് തിരിക്കുക, ഹോമോജീനിയസും ഹെട്രോജീനിയസും. പേടിക്കേണ്ട, കുറച്ചുകൂടി പഠിക്കാവുള്ളൂ. ഓക്കെ. ക്ലാസ്സിൻ്റെ ലെങ്ത് ഒരു അല്പം കൂടും, മാക്സിമം ഒരു അരമണിക്കൂർ താഴെ വരുള്ളൂ എന്നാലും നോക്കിയോ. അപ്പോൾ എന്താ ഹോമോജീനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും, അവരുടെ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും എല്ലായിടത്തും. എക്സാമ്പിൾ നോക്കിയോ, ഉപ്പുവെള്ളം, വൈൻ, വിനീഗർ, സ്റ്റീല്, ബ്രാസ് പോലെ. സ്റ്റീൽ എന്ന് പറയുന്നതും ബ്രാസ് എന്ന് പറയുന്നതും മിക്സ്ചറിന് എക്സാമ്പിളാണ്. ഓർത്തോളനെ. നാച്ചുറൽ ഗ്യാസ്, ബ്ലഡ്, ഇതൊക്കെ എന്താണ്, ഹോമോജീനിയസ് ആണ്. രക്തം എന്ന് പറയുന്ന രക്തത്തിനകത്തുള്ള കോൺസ്റ്റൻസ് തമ്മിൽ കെമിക്കൽ ബോണ്ടിങ് ഒന്നുമില്ല, ശ്രദ്ധിച്ചോളാം. അപ്പോൾ ഈ രക്തം എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും പറ്റത്തില്ല, ഇതിനകത്ത് പല ആൾക്കാരുണ്ടെന്ന്. കാരണം അത്ര ഒരേപോലത്തെ രീതിയിലാണ് അത് മിക്സ് ചെയ്തിരിക്കുന്നത്. അതാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. എന്നാൽ എന്തായിരിക്കും, ഹെട്രോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. എന്തായിരിക്കും, അത് പോയിന്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഉദാഹരണം നോക്കി, ഇന്ന് ചെളിവെള്ളം, മണൽ, ഉപ്പും നമ്മൾ കുരുമുളകും കൂടെ നമ്മൾ ഈ ഓംലേറ്റ് നമ്മൾ ബുൾസൈലൊക്കെ ഇട്ട് വെക്കത്തില്ല, ആ സാധനം, എയർ, ഇതൊക്കെ എന്താണ്, ഹെട്രോജീനിയസ് എക്സാമ്പിളാണ്. സോ വി കനോട്ട് സീ ദ കമ്പോണൻസ് ഓഫ് ദ ഹോമോജീനിയസ് മിക്സ്ചർ വിത്ത് അവർ നേക്കഡ് ഐ, അല്ലേ. കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഹെട്രോജീനിയസിലാണെങ്കിൽ അത് നമുക്ക് പറ്റും. പാർട്ടിക്കിൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുത്, അതുകൊണ്ടാണ് നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഇവിടെ ഹോമോജീനിയസിൽ. ഹെട്രോജീനിയസ് കുറച്ചുകൂടി വലിയ പാർട്ടിക്കിൾസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ കെമിക്കൽ മീൻസ് ഒന്നും വേണ്ട, ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ, പക്ഷേ അത്ര ഈസി അല്ല. ഹെട്രോജീനിയസ് ആണെങ്കിൽ കണ്ണുകൊണ്ട് നമുക്ക് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനായിട്ട്
സാധിക്കും. ഓക്കെ, യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും, ഇവിടെ യൂണിഫോം കോമ്പോസിഷൻ അല്ല. ഇതാണ് എന്ത് ബേസിക്കലി നമുക്ക് ഹോമോജീനിയസ് ഹെട്രോജീനിയസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മിക്സ്ചേഴ്സിനകത്ത് പാർട്ടിക്കിൾസിൻ്റെ സൈസൊക്കെ കുറയുമ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ഉള്ളതുകൊണ്ട് നമ്മളതിന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോമോജീനിയസ് എന്നും ഹെട്രോജീനിയസ് എന്നും. ഒരേപോലെ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ടും ചെറിയ പാർട്ടിക്കിൾസും ഒക്കെ ആണെങ്കിൽ അത് ഹോമോജീനിയസ്, എന്നാൽ കുറച്ച് വലിയ പാർട്ടിക്കിൾസ് ഈസിയായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെട്രോജീനിയസ്. ഈ ഇത്രയും എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. ഇത് NCERT തന്ന എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒരു സംശയം വരും അല്ലേ, ഈ ഹോമോജീനിയസ് മിക്സ്ചറും അതുപോലെ നമ്മൾ പഠിച്ച കോമ്പൗണ്ടും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം അവിടെ രണ്ടിടത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറേയൊക്കെ സിമിലാരിറ്റി ഉണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ പറയുകയാണ് ബ്ലഡ് എന്ന് പറയുന്ന സാധനം എടുക്കുകയാണ് അല്ലേ, അതുപോലെ ഞാൻ വാട്ടർ എടുക്കുകയാണ്. ഇതിലെ ബ്ലഡ് എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചറും വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു മോളിക്യൂളുമാണ് അല്ലെ, ഈ പറയുന്ന ഒരു കോമ്പൗണ്ടുമാണ് അല്ലേ. എന്താണ്, അതൊരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോമ്പൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തുണ്ടാവണം, അവിടെ ഇവർ തമ്മിൽ എന്തായിരിക്കണം ഉണ്ടാവേണ്ടത്, ഒരു കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാവണം. എന്തുണ്ടാവണം, ഒരു കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാവണം കോമ്പൗണ്ടിനകത്ത്. മിക്സ്ചറിനകത്ത് എന്ത് വേണ്ട, കെമിക്കൽ ബോണ്ടിങ് വേണ്ട. ഓരോ ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. എലമെൻറ്റ് നോക്കി, എലമെൻറ്റ് ഓർ കോമ്പൗണ്ട് ജസ്റ്റ് മിക്സ് ടുഗദർ ടു ഫോം എ മിക്സ്ചർ. കണ്ടോ, മിക്സ്ചറിനകത്ത് ഞാൻ പറഞ്ഞു, ഡെഫിനിഷൻ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു, എനി കോമ്പോണൻറ്റ്, അത് എലമെൻ്റ് ആവാം കോമ്പൗണ്ട് ആവാം എന്തോ ആയിക്കോട്ടെ, അവർ പരസ്പരം മിക്സ് ചെയ്ത് എടുക്കുകയാണ് എങ്കിൽ അത് മിക്സ്ചർ. പക്ഷേ ഈ പറയുന്ന കോമ്പൗണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, എലമെൻറ്റുകൾ ചേർന്നുണ്ടാവുന്നതാണ് എന്ത് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇവരുടെ കോമ്പോസിഷൻ വ്യത്യാസമായിരിക്കാം മിക്സ്ചേഴ്സിനകത്ത്, പക്ഷേ കോമ്പൗണ്ടിനകത്ത് എപ്പോഴും എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഇത് NCERT ടേബിളാണ്. ഓക്കെ, ഇവർ പ്രോപ്പർട്ടീസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂൻസ് കാണിക്കും, ആര് മിക്സ്ചേഴ്സ്, എന്നാൽ കോമ്പൗണ്ട് ഒരിക്കലും ഒരു പ്രോപ്പർട്ടീസ് കാണിക്കത്തില്ല. ഇവരെ നമുക്ക് ഈസിയായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ ഈസിയായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഒരു കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാവും, ഇവിടെ അങ്ങനത്തെ ഒരു കെമിക്കൽ ബോണ്ടിങ് ഉണ്ടായിരിക്കില്ല. ഇതാണ് എന്താ മിക്സ്ചറും കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത്രയും ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മിക്സ്ചർ, കോമ്പൗണ്ട്, എലമെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് മോളിക്യൂളൊക്കെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ ഒരു തവണ പറഞ്ഞു തരികയാണ്, കേട്ടോളണം. നമ്മളുടെ ചുറ്റും കാണുന്ന മാറ്റർ എന്ന് പറയുന്ന വസ്തുവിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. എന്താണ്, പ്യുവറായ സബ്സ്റ്റൻസ് എന്നും അതുപോലെ തന്നെ മിക്സ്ചർ എന്നും. ഈ പ്യുവർ സബ്സ്റ്റൻസിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് എലമെൻറ്റും മറ്റൊന്ന് കോമ്പൗണ്ടും. എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററിൻ്റെ എന്താണ്, ഒരു നിശ്ചിത പ്രോപ്പർട്ടി കാണിക്കുന്ന മാറ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് അല്ലേ, ഇനി സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത യൂണിറ്റാണ് എന്ത് എലമെൻ്റ് എന്ന് പറയുന്നത്. ഇരുമ്പ്, ഗോൾഡ് എന്തോ ആയിക്കോട്ടെ അതിൻ്റെ എലമെൻറ്റ്. എന്നാൽ എലമെൻറ്റുകൾ ചേർന്നുണ്ടാവുന്നത് കോമ്പൗണ്ട്. എലമെൻറ്റുകൾ ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ട്, ഉദാഹരണം വാട്ടർ. എലമെൻറ്റുകൾക്കകത്ത് നമുക്ക് മെറ്റലുണ്ട്, മെറ്റലോയിഡ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, നോൺ മെറ്റലുണ്ട്. കോമ്പൗണ്ടിനകത്താണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ക്ലാസിഫിക്കേഷനൊന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. കോമ്പൗണ്ടുകൾ എന്ന് പറഞ്ഞ് തന്നെ നിർത്തുകയാണ്. പിന്നീട് വലിയ ക്ലാസ്സിൽ പോകുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഉണ്ടാകും, അത് നോക്കണ്ട. ഞാൻ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ താഴെയുള്ള ലെവലാണ് പറയുന്നത്. ഇനി മിക്സ്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ആൾക്കാർ തമ്മിൽ മിക്സ് ആയിരിക്കുകയാണ്, പക്ഷേ അവിടെ എന്തില്ല, കെമിക്കൽ ബോണ്ടിങ് ഒന്നും തന്നെ ഇല്ല. അതിനകത്ത് വരുന്നതാണ് ഹോമോജീനിയസും ഹെറ്ററോജീനിയസും. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ കോമ്പൗണ്ടുമായിട്ട് ചെറിയൊരു സാമ്യം നമുക്ക് തോന്നിക്കുമെങ്കിലും രണ്ടും ഡിഫറൻ്റ് ആണ്. ഇത്രയും കാര്യമാണ് നമ്മൾ പഠിച്ചത്. ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ ഇത് ഒന്നുകൂടി ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിക്കിട്ടും. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.